വിചിന്തനത്തിനായിട്ട് നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-13 വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ആമേൻ. ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണിത്. ഇതിനകത്ത് 2 ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. 2 ശബ്ദങ്ങൾ. എല്ലാ കാലത്തും ഓർത്തോണം, ദൈവസഭയ്ക്കകത്ത് നമ്മുടെ ആരാധിക്കുന്ന ജനത്തിന്റെ ഇടയിൽ 2 മനോഭാവമുള്ള ജനത്തെ നമുക്ക് കാണാൻ പറ്റും. ഈ രാത്രി ഇരിക്കുമ്പോൾ ദൈവമക്കൾ ഓർക്കണം, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും വളരെ ശ്രദ്ധേയമായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞോണം. ഇത് നമ്മൾ വായിക്കുന്നത് സാധാരണപ്പെട്ട ഒരു ജനത്തിന്റെ ശബ്ദമല്ല. ഇത് മിസ്രൈമിലത്തെ 10-ൽ പരം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഫറവോന്റെ വാളിൽ നിന്ന് വിടുവിച്ച് രാത്രിയിൽ ഫറവോന്റെ കുടിൽ തുടങ്ങി കൊട്ടാരം വരെയുള്ള ആദ്യജാതന്മാരെ കുരുതി കൊടുത്ത് കുഞ്ഞാടിന്റെ രക്തത്താൽ അഥവാ ഒരു കുഞ്ഞാടിനെ അറുത്ത് യാഗം കൊടുത്തിട്ട് അതിന്റെ രക്തം കൊണ്ട് കട്ടളപ്പടിയെ കുറുമ്പടിമേലും തേച്ച് സംഹാരകന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ജനമാണ് ഈ നിൽക്കുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ രക്ഷ നമുക്ക് സന്തോഷമാണ്, അത്ഭുതങ്ങൾ കാണുന്ന സന്തോഷമാണ്, വിടുതൽ കാണുന്നത് സന്തോഷമാണ്. പക്ഷെ യഥാർത്ഥ ഒരു ആത്മീകനെ തിരിച്ചറിയുമ്പോൾ, ഞാൻ ഈ ദൂത് ഇന്ന് രാത്രി പറയുമ്പോൾ ഓർത്തോണം, ഈ ഒരു വർഷം അങ്ങോട്ട് തീരുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ ആരംഭത്തിലേക്ക് നാം പോകാൻ പോവുകയാണ്. ഇവിടെ കർത്താവ് മിസ്രൈം വെച്ച് അവരോട് പറഞ്ഞു, അബീബ് നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമാസമായിരിക്കണം. ആരംഭമാസത്തിൽ നിൽക്കുന്ന ജനത്തിന്റെ ഒരു വിശേഷതയാണ് ഇന്നത്തോട് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, കറക്റ്റ് ചെയ്യേണ്ട മേഖലകളെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. കാരണം ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അത് നമുക്ക് അനുഗ്രഹമായ നിലയിൽ അനുഭവിക്കുവാനായിട്ടിടയാകണം. സ്തോത്രം. ഇവിടെ 2 ശബ്ദങ്ങളാണ് നാം കേൾക്കുന്നത്. ഒന്നാമത്തെ, ഈ ദൈവമക്കൾ ഓർത്തോളം, ദൈവ ശബ്ദം എപ്പോഴും അല്പം ലേറ്റായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുകയുള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവം പറഞ്ഞിട്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് പുറപ്പെട്ട ഒരു ജനം ദൈവത്തോട് പറയുകയാണ്. ഒരു പക്ഷേങ്കിൽ അറിയാതെ നമ്മളൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ചില വാക്കുകൾ ഇതിനകത്ത് കാണുമായിരിക്കും. സ്വതന്ത്രം. ഇവര് പറഞ്ഞത്, മിസ്രൈമിൽ വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? എന്നിട്ട് പറയുന്നത്, മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾ മിസ്രൈമിലേക്ക് അടിമവേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് അവർ പറഞ്ഞു. സ്തോത്രം. ഇത് ഓർക്കണം. ഒന്ന്, ഇവര് ദൈവത്തെ കണ്ടതാണ്, ദൈവത്തിന്റെ മഹത്വം കണ്ടതാണ്, എല്ലാ കാര്യങ്ങളും കണ്ടവരാണ്. പക്ഷെ ഇവര് പറയുകയാണ്, എവിടെങ്കിലും വെച്ച് യഥാർത്ഥമായ നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തെ അനാവശ്യമായി നാം ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഫോളോ ചെയ്യുമെന്ന കാര്യം മറന്നു പോകരുത്. ഇവരെ മിസ്രൈമിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല. കുറച്ചു പേർക്ക് മിസ്രൈമിൽ നിന്ന് പോരാൻ താല്പര്യമില്ലാതെ സമ്മർദ്ദം മൂലം പോകുന്ന കുറച്ചുപേരെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വേണം പിൻപറ്റുവാനായിട്ട്. ഏത് കഷ്ടത വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും, ആര് നമുക്കെതിരെ തിരിഞ്ഞാലും കർത്താവിന്റെ നാമത്തെ മാത്രം മുറുകെ പിടിക്കുമെന്നുള്ളതായ ഒരു ആഴമേറിയ സമർപ്പണ, ഡെഡിക്കേഷൻ നമുക്കുണ്ടാകണം.
അതല്ലെങ്കിൽ സംഭവിക്കുന്നത് ഒരു ഡെഡിക്കേഷൻ ശരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില ശക്തമായ വിശ്വാസത്തിന്റെ പോർക്കളത്തിലേക്ക് നമ്മൾ തിരിയേണ്ട സമയം വരും. അന്ന് നമ്മളെ വിളിച്ചിറക്കിയവരെ കുറിച്ചും നമ്മോട് വചനം പറഞ്ഞു തന്നവരെ കുറിച്ചും നമുക്ക് വേണ്ടി പ്രസംഗിക്കുന്നവരെ കുറിച്ചും ദൂത് പറയുന്നവരെ കുറിച്ചുമൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാത്ത ചിന്താഗതികൾ ഉയർന്നു വരും. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, മിസ്രൈമിൽ വെച്ച് ആവർത്തിച്ചത് ഇവിടെയും ഇവർ ആവർത്തിക്കപ്പെടുകയാണ്. ഇവിടെ ഇവർ നിൽക്കുന്ന മിസ്രൈമിൽ അടിമവേല നിന്നത് പോലെയല്ല. ഇവിടെ ഇവർക്ക് അടിമവേല ചെയ്യണ്ട, ഇവർക്ക് ഇഷ്ടികകൾ ഉണ്ടാക്കണ്ട, അത് ഫറവോന്റെ പടയാളിയുടെ ചാട്ടവാറിന്റെ അടി കൊള്ളണ്ട, ബൂട്ടിന്റെ ചവിട്ട് കൊള്ളേണ്ട ആവശ്യമില്ല, അല്പം കൊടുക്കുന്ന ബ്രെഡ് മാത്രം കഴിച്ച് നടക്കേണ്ട ഗതികേട് ഇവർക്ക് ഇവിടെ ഇല്ല. സുരക്ഷിതരാണെങ്കിൽ പോലും ഇവരുടെ ഇവർ പറയുന്നത് ഈ മരുഭൂമിയിൽ മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ഇന്ന് രാത്രി ഈ വചനത്തിൽ ഡീപ്പായി ഞാൻ ദൈവത്തോട് പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന്റെ കാൽവരിയുടെ ദർശനം നമ്മുടെ അകത്തില്ലെങ്കിൽ പ്രതികൂലം വരുമ്പോൾ നമ്മൾ പറയാൻ സാധ്യതയുള്ളത് ഇവിടെ ഞാൻ നശിക്കാൻ സാധ്യതയുണ്ടെന്നാണ്, ഇവിടെ ഞാൻ തകർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. എന്നാൽ ഇന്ന് രാത്രി ആത്മദർശനമുള്ളവൻ പറയുന്നത് കേൾക്ക്. അവൻ പറയുന്നു, സ്തോത്രം, നിങ്ങൾ മരിക്കത്തില്ലെന്ന് മാത്രമല്ല പറയുന്നു. സ്തോത്ര, ഒന്നാമത്തെ ശബ്ദം ആത്മീകനല്ലാത്ത, ദർശനമില്ലാത്ത, ഡെഡിക്കേഷൻ ഇല്ലാത്ത, ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമില്ലാത്ത ചിലരുടെ വാക്കുകളാണ്. ഈ വാക്കുകൾ മുഴുവനും ആ സമൂഹത്തിനകത്ത് ഒരു വലിയ അർബുദ വ്യാധി പോലെ പലരുടെ ഹൃദയത്തെ ചഞ്ചലിച്ചപ്പോൾ അവിടെ നമ്മൾ വായിക്കുകയാണ്, മോശ അവിടെ നിന്ന് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. മോശ പറയുകയാണ്, അതിന് ജനത്തോട് ഭയപ്പെടണം, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അങ്ങനെയാ പറയുന്നത്. രണ്ടാമത്തെ ശബ്ദം ദൈവത്തിൻ്റെതാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഞാൻ പാട്ടുകാരൻ പാടിയതുപോലെ കുശവന്റെ കൈ കൊണ്ടെടുത്ത കളിമണ്ണാണെങ്കിൽ അതെത്ര കാലം കുശവന്റെ മുറ്റത്ത് കൂന കുടിക്കണമെന്നാലും ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അതിനെക്കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ അതിനെ അവിടെ ഇട്ടിരിക്കുന്നത്. രാത്രി പറയാ, സ്തോത്രം, എന്തെല്ലാം കുഴപ്പം വന്നാലും സൃഷ്ടാവായ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് ശരിയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അബദ്ധം പറ്റിയായാലും മനഃപൂർവമായാലും അത്തരങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അവിവേകത്തെ ക്ഷമിച്ച് ഈ രാത്രി നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടത്തി കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിന് ഈ രാത്രികാല പദ്ധതികൾ ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവജനത്തെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, പലരുടെ കൃത്യ ജീവിതത്തിന്റെ ഉയർച്ചകൾ തടസ്സമായി നിൽക്കുന്നത് സാത്താന്യ പോരാട്ടങ്ങൾ മാത്രമല്ല, ആഭിചാര ശക്തികൾ മാത്രമല്ല. ഇന്ന് രാത്രി പറയും, നമ്മുടെ ദേശത്ത് എത്ര വലിയ അന്ധകാര ശക്തി ഉണ്ടാകട്ടെ, പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നമ്മുടെയൊക്കെ അന്തരങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ ഹിതം പറയുന്നതിനൊക്കെ അപ്പുറമായി സാത്താനെ ഭയപ്പെടുന്നു, സാഹചര്യങ്ങളെ ഭയപ്പെടുന്നു, വെല്ലുവിളികളെ ഭയപ്പെടുന്നു. നമുക്കൊന്നും നിൽക്കുന്ന ശക്തമായ പിശാചിന്റെ പോരാട്ടങ്ങൾ നാം ഭയപ്പെടുന്നത് കൊണ്ട് പലപ്പോഴും പറയുന്ന ചിലർ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം, ഒരു പക്ഷേ ഈ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതം നടക്കാത്തത് എന്താണ്? ഈ കൂട്ടായ്മ ശരിയാണോ? ഞാൻ ഇറങ്ങിയത് ഒരു അബദ്ധമായി പോയോ? എന്തെങ്കിലും കുഴപ്പങ്ങൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ടോ? ഇന്ന് രാത്രി പറയുന്നു, അബദ്ധത്താൽ ദൈവം നിന്നെ വിളിച്ചതല്ല, മറിച്ച് നിശ്ചയത്തോടെ കൃത്യമായ നിലയിൽ ദൈവത്തിന്റെ ബഹുപദ്ധതിയോടുകൂടെ തന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ രാത്രി ഞാൻ പറയുന്നു, അബദ്ധം സംഭവിച്ചാലും ദൈവം നിന്നോട് കോപിക്കാതെ നിന്നെ സുരക്ഷിതമായി സ്നേഹത്തോടെ ദീർഘക്ഷമയോടെ നടത്തുവാനാണ് ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുള്ളത്. സ്തോത്രം. മോശ മത്സരികളോട് പറഞ്ഞു, എതിർത്ത് പറഞ്ഞവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് മിസ്രൈമിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞവരോട് പറഞ്ഞു, മരുഭൂമിയിൽ ചത്തുപോകുമെന്നുള്ളവരോട് പറഞ്ഞു. ഇന്ന് രാത്രി പറയുന്നു, ദൈവം കൊല്ലാൻ വേണ്ടി അല്ല നിന്നെ വിളിച്ചത്, തോൽപ്പിക്കാൻ വേണ്ടി അല്ല നിന്നെ വിളിച്ചത്, ലോകത്തിന് മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി അല്ല നിന്നെ വിളിച്ചത്, വഴിയിൽ വെച്ച് പരാജയപ്പെട്ട് തകർന്നു പോകാൻ വേണ്ടി അല്ല വിളിച്ചത്. ഇന്ന് രാത്രി പറയുന്നു, നീ കണ്ടിട്ടില്ലാത്തൊരു വഴി തുറക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി ഒരു പ്രതികൂലത്തിന് മുൻപിൽ നീ നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ അതിന് സ്തോത്രം ചെയ്യാൻ നീ മറന്നു പോകരുത്. സ്തോത്രം.
ആമേൻ. മോശ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, മിണ്ടാതിരിക്കെ. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള രക്ഷ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും എന്ന് മോശ ജനത്തോട് പറയുക. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില ദൈവിക പദ്ധതികൾ ഇന്ന് നിങ്ങളുടെ പ്രതികൂല, നിങ്ങൾ കാണാത്ത ചില അത്ഭുതകരമായ വഴികളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുൻപിൽ തുറന്നു തരുമെന്നുള്ള യാഥാർത്ഥ്യം ഈ രാത്രി നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞാൻ മുമ്പോട്ട് വരികയാണ്. എനിക്ക് ഇതിനകത്ത് വളരെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്, എങ്കിലും സമയദൈർഘ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാം. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ മോശയുടെ പറയുന്നു. ഒന്ന്, ദൈവം ഒരു രക്ഷ ഒരുക്കിയിട്ടാണ് ദൈവജനത്തെ കൊണ്ടുവന്നത്. ഇത് ദൈവത്തിന്റെ ഭക്തനറിയാം. ഈ എന്നെ കേൾക്കുന്ന നിങ്ങളോട്, ദൈവജനത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ കാണാത്തത് പലതും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, വായിലെ വാക്കുകൾ കൊണ്ട് അതിനെ താമസിപ്പിക്കാൻ ഇടയായി ഞാൻ അപേക്ഷിക്കുകയാണ്. സ്വയം പ്രാകുന്നവർ, സ്വയം ശപിക്കുന്നവർ, എന്റെ ജീവിതം വ്യർത്ഥമാണെന്ന് പറയുന്നവർ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലെന്ന് പറയുന്നവർ, എന്റെ പ്രസംഗം വ്യർത്ഥമാണെന്ന് പറയും. ഇന്ന് രാത്രി അല്ല, നിന്റെ മുൻപിൽ നീ അറിയാത്തത് ചില ഒരുക്കിയിട്ടാണ് ദൈവം നിന്നെ ഇതിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ദൈവജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നിൽക്കുന്ന സാധാരണമായ സ്ഥലത്തല്ല, അസാധാരണമായ പ്രതികൂലത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ വിശാലമായ മരുഭൂമിയാണ്. പുറകോട്ട് നോക്കിയാൽ അവര് പണ്ട് ഉപദ്രവിച്ച ഫറവോന് സൈന്യം വരുന്നവർക്ക് കാണാം. സ്തോത്രം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ചരിത്രമാണ്, അത് ഞാൻ വിശദീകരിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ പറയുന്നു, ഇടതും വലതും ശൂന്യമാണ്. മുൻപിൽ നിനക്ക് അലയടിച്ച് ഉയരുന്ന, തലക്ക് മുകളിൽ പൊങ്ങുന്ന തിരമാലകളെ ചെങ്കടലായിരിക്കാം. പുറകിൽ ശക്തന്മാരായ, ധീരന്മാരായ, ക്രൂരന്മാരായ സാത്താന്യ സൈന്യം നില പിന്തുടരുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി മോശ പറയുന്നു, അങ്ങനല്ല. ആര് വന്നാലും, എന്തെല്ലാം ശൂന്യമായാലും, നിനക്ക് വേണ്ടി ദൈവജനത ഒരുക്കിയിട്ടുള്ളത് അവൻ ശത്രു നിന്നോട് അടുക്കുന്നതിന് മുമ്പ് നീ കാണുമെന്ന് മോശ ദൈവജനത്തോട് ഇന്ന് രാത്രി പറയുകയാണ്. എന്നെ കേൾക്കുന്ന ജനത്തിൽ ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, നീ അല്പകൂടെ സഹിഷ്ണുതയോടുകൂടെ ഇരിക്കെ. ദൈവം ഒരുക്കിയിട്ടുള്ള നിന്റെ കണ്ണുകൾ കാണുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് ഭാഗ്യം തരാൻ വേണ്ടി പോകുകയാണ്. അവൻ ഈ ദിവസങ്ങളിൽ നീ കണ്ടിട്ടില്ലാത്തത്, ഈ ദിവസങ്ങൾ നിന്റെ മുന്നിൽ വെളിപ്പെട്ടിട്ടില്ലാത്തത് ദൈവം നിന്റെ മുൻപാകെ വെളിപ്പെടുത്തി തരാൻ പോകുന്നു എന്ന് ആത്മനിയോഗത്താൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന ദൂത് പറയുകയാണ്. നിന്റെ മുൻപിൽ പോകാൻ നിനക്ക് വഴിയില്ലായിരിക്കാം. നിന്നെ ആക്രോശിച്ച് നിന്നോട് വെല്ലുവിളിക്കുന്ന ശക്തികൾ അവൻ നിയമപരമായി, ലോകപരമായി ശക്തന്മാരായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ മേൽ വീണിരിക്കുന്ന കുഞ്ഞാടിന്റെ നിയമരക്തം നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം ശത്രു നിന്നെ തൊടുന്നതിന് സ്വർഗം നിന്റെ മുൻപിൽ ഒരു വഴി തുറന്നിനെ രക്ഷയിലേക്ക് നടത്തിയിരിക്കുമെന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുക. സ്വതന്ത്രം. ഞാൻ വേദത്തിൽ കടന്നു പോവുകയാണ്. ഇതിന്റെ ഒന്ന് രണ്ട് അറ്റ്മോസ്ഫിയർ പറഞ്ഞിട്ട് ഞാൻ ദൂതിലേക്ക് കിടക്കാം. സ്തോത്രം. ഈ സ്ഥാനത്ത് ദൈവം ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യം ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിന്റെ മുഴുവൻ ഭാഗം ഞാൻ വായിക്കുന്നില്ല. ഇതിന്റെ സ്ഥാനത്ത് 3 തരത്തിലുള്ള യുദ്ധങ്ങൾ ദൈവം തന്റെ ജനത്തിന് വേണ്ടി, യഹോവ തന്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഞാൻ പറയട്ടെ, ഒന്ന്, ഇസ്രായേൽ കരയുന്നതിന്റെ കാരണം അതിനകത്ത് പ്രായമുള്ളവർ തുടങ്ങി കൈക്കുഞ്ഞുങ്ങളും ഗർഭിണികളുമായിട്ടുള്ള സഹോദരിമാരുണ്ട്, പ്രായമായിട്ടുള്ള പിതാക്കന്മാരുണ്ട്, നടക്കാൻ പ്രായമായ കുഞ്ഞുങ്ങളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതുകൂടാതെ അവിടെ കയ്യിലെ വസ്ത്രങ്ങൾ, വീട്ടു ഉപകരണങ്ങൾ നമ്മൾ വായിക്കുന്നത് അവരവിടെ കുഴച്ചു വെച്ച മാവ് സഹിതം എടുത്തുകൊണ്ടാണ് പോന്നിരിക്കുന്നത്. അങ്ങനത്തെ സ്ഥിതിയിൽ വന്നിരിക്കുന്നവരാണ്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോ ഇവരുടെ മുൻപിൽ ഇടത്തും വലത്തും പുറകും അവർക്ക് സാധ്യതയില്ല. മുമ്പ് സാധ്യത 4 വഴികളും അടഞ്ഞു നിൽക്കുകയാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേങ്കിൽ ദൈവം മോശയോട് പറഞ്ഞ ഒരു കാര്യത്തിൽ ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ സമയത്ത് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ ജനത്തോട് മുൻപോട്ട് പോകാൻ പറയണം. നിന്റെ കയ്യിലുള്ള വടി നീ കടലിന്റെ നേരെ നീട്ടണം. ഇതാണ് ഇന്നത്തെ രാത്രി നമ്മുടെ ചിന്താ വിഷയം.
ഇത്രയും ഞാന് സ്വോത്രം മുഖവര പറഞ്ഞത് അതിന്റെ അതിലെ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പോ ഇവരെല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സാഹചര്യങ്ങളെ നോക്കി, സന്ദർഭങ്ങളെ നോക്കി, ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കി കരയുന്നവരോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ മുഖത്തെ കണ്ണുനീർ തുടക്കത്തക്ക നിലവാരത്തിൽ ദൈവം ഒരു മേജർ ഡെലിവറൻസ് നിന്റെ മുമ്പാകെ ചെയ്യുമെന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ മോശയോട് ദൈവം പറയും, നിന്റെ കൈ കടലിന്റെ നേരെ നീട്ട്. ഈ വാക്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. പുറപ്പാട് ദിവസം നമ്മൾ വായിക്കുമ്പോൾ മോശ ദൈവം പറഞ്ഞത് കേട്ട് ചെങ്കടലിന് നേരെ കൈനീട്ടിയ സമയത്ത് നമ്മൾ വായിക്കുന്നു, യഹോവ അന്ന് രാത്രി മുഴുവൻ ശക്തിയേറിയ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. രണ്ട് കാര്യം. ഒന്ന്, കടൽ പിന്നോട്ട് പോയി എന്ന് വായിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രതികൂലമായ ശക്തമായ തിരമാലകൾ അടിച്ചു വരുന്ന സമയത്ത് കടൽ പുറകോട്ട് പോകുന്നത്? പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, മോശയുടെ കൈ ചെങ്കടലിന് നേരെ വന്നപ്പോൾ, അവന്റെ വടി ചെങ്കടലിന് മീതെ വീണപ്പോൾ, യഹോവ അന്ന് രാത്രി മുഴുവൻ ശക്തിയേറിയ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ചെങ്കടലിനെ പിൻവാങ്ങിപ്പിച്ചു എന്ന് വായിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ അകത്ത് പ്രാർത്ഥനയിൽ കൈനീ ഉയർത്തുമ്പോൾ, നിങ്ങളുടെ ശബ്ദം ഉയരുമ്പോൾ, നിങ്ങളുടെ കരങ്ങൾ പ്രാർത്ഥനയ്ക്ക് ചലിക്കുമ്പോൾ, രാത്രി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന കാറ്റിനകത്ത് ദൈവത്തിന്റെ ചില അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുവാൻ കാരണമായി തീരും. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ശക്തമായി ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ നിറഞ്ഞ ദൈവത്തിൽ അന്യഭാഷ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനകത്ത് ശക്തമായി നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചോ, ഈ ആരാധനകത്തുനിന്ന് പുറപ്പെടുന്ന ശക്തിക്കകത്ത് ശക്തമായ ദൈവത്തിന്റെ വഴികൾ പുറപ്പെടുവാൻ കാരണമായി തീരും. പിന്നാലെ ഞാൻ വരുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. സ്തോത്രം. ഒന്ന്, കടൽ പുറകോട്ട് പോയി. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ശാന്തമായി പലതും പുറകോട്ട് പോകുവാൻ തുടങ്ങും. നിങ്ങളെ അലട്ടുന്ന, നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി വെല്ലുവിളിക്കുന്ന ചില പോരാട്ടങ്ങൾ പുറകോട്ട് ദൈവത്തിന്റെ ശക്തമായി ആത്മാവിന്റെ കാറ്റടിക്കുന്നതനുസരിച്ച് പലതും പുറകോട്ട് പോകുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ തുടങ്ങും. സ്തോത്രം. മോശ ജനത്തോട് പറഞ്ഞത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നിങ്ങളുടെ കണ്ണുകൾ കാണുമെന്നാ പറഞ്ഞത്. സ്തോത്രം. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 13 വാക്യം സ്തോത്ര, രക്ഷ കണ്ടുകൊള്ളുവീരെന്ന വായിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഇന്ന് രാത്രി പറയുന്നു, മോശ ഒരു പരോക്ഷമായ കാര്യമല്ല, പ്രത്യക്ഷമായി സംഭവിക്കാനുള്ള ഒരു കാര്യമാണ് ഇന്ന് രാത്രി മോശ പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എന്റെ ചോദ്യം, ഇന്ന് രാത്രി നിങ്ങൾക്കിതിനെ ഡീപ്പായിട്ടൊന്ന് വിശ്വസിക്കാൻ പറ്റൂ? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഡീപ്പായിട്ടൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചിലത് കാണുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ശത്രു പുറകോട്ട് പോകുന്നത് നിങ്ങൾ കാണും. അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കുന്നത് കാണും. നിങ്ങളുടെ മുമ്പിൽ തിരമാല പോലെ അടിച്ചുയർന്ന പ്രതികൂലങ്ങൾ ശാന്തമായിട്ട് അതിന്റെ നടുക്കൂടെ സ്വർഗം നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾ കാണും. നിങ്ങൾക്ക് നേരെ അപവാദം പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഏതാണോ അതിന്റെ നടുക്ക് ദൈവം നിങ്ങളെ നിർഭയമായി നിർത്തുന്ന കാഴ്ചകൾ നിങ്ങൾ കാണും. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥന ഇരുന്നാട്ട് ദൈവാത്മാവ് സംസാരിക്കട്ടെ. സ്തോത്രം. അപ്പൊ ഒന്നാമത് അവർ കണ്ടു എന്തെന്ന്? പരിശുദ്ധാത്മാവ് ശക്തമായ കാറ്റയച്ചു. എന്റെ ദൈവമക്കൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണേ. വേദവസം പഠിച്ചാൽ നമുക്കറിയാം, ശക്തമായ മേജറായിട്ടുള്ള ഡെലിവറൻസ് നടന്നിരിക്കുന്നതെല്ലാം അർദ്ധരാത്രിയുടെ സമയങ്ങളിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയത്തില്ല. നിങ്ങളോട് ഞാൻ പറയുന്നു, മോശ രാത്രിയിലാണ് നിൽക്കുന്ന കടലിന്റെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ നിൽക്കുക. ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കഴിഞ്ഞാൽ രാത്രിയുടെ യാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കണം. വേദവസം എടുത്തു വയ്ക്കോ. അബ്രഹാമിന് ദർശനം കൊടുക്കുന്ന രാത്രിയിലാണ്.
യാക്കോബ് ദൂതരുമായിട്ട് മല്ല് പിടിക്കുന്നത് അർദ്ധരാത്രിയിലാണ്. പഴയ മാത്രമല്ല, പുതിയത്തിലേക്ക് നോക്ക്, പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയിലാണ്. അപ്പോസ്തലനായ പൗലോസും ശീലാസും ഫിലിപ്പെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുന്നത് അർദ്ധരാത്രിയിലാണ്. അങ്ങനെ മേജറായിട്ടുള്ള ഡെലിവറൻസ് എല്ലാം നടക്കുന്നത് അർദ്ധരാത്രിയിലാണ്. എന്നെ കേൾക്കുന്ന നമുക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം പോരാ, സാധിച്ചാൽ ഒരു 10 മിനിറ്റെങ്കിലും അർദ്ധരാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്വത്രം കർത്താവ് കേൾക്കട്ടെ. ആമേൻ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ആ രാത്രി മുഴുവൻ ശക്തമായ കാറ്റടിച്ചു. അപ്പോ ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ കാറ്റടിച്ചു, ചെങ്കടൽ ദൈവജനം കടന്നുപോയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നമ്മുടെ കരമുയരുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്ന രാത്രി നമ്മൾ വായിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. 106 സങ്കീർത്തനത്തിന്റെ 9 വാക്യം ഒന്ന് വായിച്ചാട്ടെ. വായിക്കാമോ? 106 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, ഇത് പുറപ്പാട് പുസ്തകത്തിലെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഭക്തനല്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദൈവഭക്തൻ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? സ്തോത്രം. വർഷങ്ങൾക്ക് പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവഭക്തൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ വായിക്കുന്നത്, ഇവിടെ വായിച്ചത്, പുറപ്പാടിൽ വായിച്ചത് രാത്രി മുഴുവൻ ശക്തിയേറി കിഴക്കൻ കാറ്റ് വന്നു എന്ന്. എന്നാൽ ഈ സ്തോത്രം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്, ഒന്നുകൂടെ വാക്യം വായിച്ചേ. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. നോക്കിക്കേ, മോശ കൈനീട്ടിയ സമയത്ത് ദൈവത്തിന്റെ ആത്മാവോട് എഴുതിയിരിക്കുകയാണ്, അവൻ ചെങ്കടലിനെ ശാസിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് രാത്രി നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കുമ്പോൾ, നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന പ്രതികൂലത്തിന് നേരെ നിങ്ങളുടെ കരങ്ങൾ ചലിപ്പിക്കുമ്പോൾ, ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആദരം നിങ്ങൾക്കായി ചലിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. സ്തോത്രം. ആമേൻ. മോശ കൈനീട്ടിയപ്പോൾ ദൈവം ചെങ്കടലിനെ ശാസിച്ചു. വേദപുസ്തകം വായിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ആ ശാസനം വന്നപ്പോൾ ചെങ്കടൽ പിളർന്നു, അത് ഉണങ്ങിയ നീളമായി എന്ന് മാത്രമല്ല വായിക്കുന്നത്. 76 സങ്കീർത്തനത്തിന്റെ 6 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 6 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. വായിക്കേ. യാക്കോബിന്റെ ദൈവമേ, നിന്റെ ശാസനയാൽ പേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു. എന്താണ് വായിച്ചത്? യാക്കോബിന്റെ ദൈവമേ, നിന്റെ ശാസനയാൽ പേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു. മനസ്സിലാകുന്നുണ്ടോ? ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശാസന പുറപ്പെട്ടപ്പോ ഫറവോന്റെ തേരും കുതിരകളും ഗാഠനിദ്ര പിടിച്ചു എന്ന. സ്തോത്രം. രാത്രി ഞാൻ പറയട്ടെ, ഒരു ഭക്തനെ നടത്തുന്ന ദൈവത്തിന്റെ വഴികളാണ് ഇതെല്ലാം. ശത്രുവിന്റെ പദ്ധതികൾ ദൈവം തകിടം മറിച്ച് കളയും. ശത്രുവിന്റെ വഴികളെ ദൈവം അടച്ചു കളയും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒരു കാറ്റിന്റെ രൂപത്തിലാണ് മോശ പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെട്ടതെങ്കിലും അതിനകത്തൊരു ദൈവ ശബ്ദം ഉണ്ടായിരുന്നു എന്നാണ് 106 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ രാത്രി ഞാൻ പറയുന്നു, ആത്മാവിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങൾ മുഴങ്കാൽ മടക്കി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ, ഈ രാത്രി ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നുണ്ട് എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. അതിനകത്ത് ദൈവശക്തി മാത്രമല്ല പുറപ്പെടുന്നത്. സ്തോത്രം. ദൈവശക്തി പുറപ്പെട്ടിട്ട് അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചില ശാസന പുറപ്പെടുവിക്കുകയാണ്. ചെങ്കടലിന് മേൽ ദൈവത്തിന്റെ ശബ്ദം വീണത് കൊണ്ടാണ് അത് രണ്ടായി പിളർന്നു പോകുവാൻ കാരണമായി തീർന്നത്. എനിക്കൊരു പക്ഷേ തോന്നുന്നു 29 സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നു.
എന്ന് വായിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ മീതെ മുഴങ്ങിയെന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന ഒരു പക്ഷെ ഇതും 14 സംഘത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്തെന്നാ ചോദിക്കും. ദൈവത്തിന്റെ ജനം ആത്മാവിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന്റെ മുമ്പിൽ അതുവരെ ഇരച്ചു കയറി ഉയർന്നു വന്ന സമുദ്രങ്ങൾ അവരെ കണ്ടിട്ട് ഓടാൻ തുടങ്ങി എന്നാണ് സംഗീതക്കാരൻ. ഞാൻ പറയുന്നത്, ഇത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സ്തോത്രം, നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല. നമുക്ക് മുന്നേ പോയ ഭക്തന്മാർ പ്രാർത്ഥിച്ചതിന്റെ, അവർ വിതച്ചതിന്റെ, അവർ ഉപവസിച്ചതിന്റെ, അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മളെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയുന്നു. അമ്മ, നമുക്ക് മുമ്പേ തൊട്ട് മുമ്പേ പോയ ചിലർ വിതച്ചത് കൊയ്യാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ചിലരെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുവാനിടയാകും. അമ്മ, ഇങ്ങനെ ഒരു കാലഘട്ടത്തിലെ പ്രാർത്ഥിച്ചവരോട് അഭിഷിക്തന്മാരുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ കാണുവാൻ, മറുപടികൾ കാണുവാൻ, ഉണർവ് കാണുവാൻ, ആമേൻ, വിടുതലുകൾ കാണുവാൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണെന്ന് പറഞ്ഞാൽ ഈ രാത്രി തിരിച്ചറിഞ്ഞതിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. ശ്രദ്ധിച്ചു നോക്ക്, 76 സങ്കീർത്തനം പറഞ്ഞത്, തേരും കുതിരയും ഗാഠനിദ്ര വീണു, ഗാഠനിദ്ര പിടിച്ചു. ഫറവോന് കുതിരയെ നയിക്കാൻ പറ്റിയില്ല, അവന്റെ പട്ടാളക്കാർക്ക് കുതിരയെ സമുദ്രത്തിൽ കൂടി ഓടിക്കാൻ പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ പറയുന്നു, ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചിലതിന്റെ ഗമനങ്ങളെ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യും. ചില അന്യദേവ ശക്തിയുടെ പോരുകളെ പരിശുദ്ധാത്മാവ് ബന്ധിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങൾ അറിയാതെ ദേശത്തിന്റെ മേൽ ചലിക്കുന്ന ചില തേരിന്റെ ശക്തികളെ പരിശുദ്ധാത്മാവ് ബന്ധിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. കാരണം നീ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തോട് ദൈവം കൽപ്പന കൊടുക്കും. സ്തോത്രം. 31 സങ്കീർത്തനത്തിന്റെ 6 വാക്യം ഒന്ന് വായിച്ചു നോക്കാമോ? മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു, ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. 33 സങ്കീർത്തനത്തിന്റെ 6 വാക്യമാണ്. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആടുകളെ കണ്ടോ? അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. വായിച്ചോ. അവൻ ആടുകളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു, സകല യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതത്തെയും അവനെ ശങ്കിക്കട്ടെ. മതി. അതിന്റെ 9 വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. കണ്ടോ? നമ്മൾ ആ ഭാഗത്തെല്ലാം വായിക്കുന്നത്, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യങ്ങളും ഉളവായി എന്ന്. 2 കാര്യങ്ങൾ അവിടെയുണ്ട്. 1 വചനം, 2 ശ്വാസം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സാറ് ക്ലാസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിനകത്ത് 1 വചനം, 2 ശ്വാസം. അതിനകത്ത് പുറപ്പാട് ദിവസത്തിൽ വീശിയടിച്ച ദൈവത്തിന്റെ കാറ്റ് കർത്താവിന്റെ വായിലെ ശ്വാസത്താൽ വെളിപ്പെട്ടു വന്ന ദൈവശക്തിയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ കാരണം ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച്, ദൈവം പറയുന്നതനുസരിച്ച് വടി നീട്ടാൻ ഒരു മോശ ചെങ്കടലിന്റെ തീരത്തുണ്ട് എന്നുള്ളതാണ്. വീണ്ടും ഞാൻ പറയുന്നു, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത് എവിടെന്ന് ചോദിച്ചാൽ, നമുക്ക് മുമ്പേ വരുന്ന പ്രതികൂല ശക്തിയുടെ മുൻപിലാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. അപ്പൊ ഞാൻ വേഗത്തിൽ കിടന്നു. അപ്പോ മോശ പ്രാർത്ഥിച്ച പെട്ടെന്ന് സംഭവിച്ചു. 1, അവൻ ചെങ്കടലിനെ ശാസിച്ചു. 2, അവന്റെ ശാസനയാൽ തേര് കുതിരകളും ഗാഠനിദ്രയിൽ വീണു. ഫറവോന്റെ യുദ്ധം പരാജയപ്പെടുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട്, നിന്റെ വഴികളോട്, നിന്റെ യാത്രകളോട്, നിന്റെ ജീവിത സാഹചര്യം എന്തെങ്കിലും ശക്തിയിൽ പോരാടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്ന, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിനെല്ലാം ശാസിച്ചാൽ ഇതിന്റെ മേലെല്ലാം ഒരു ഗാഠനിദ്ര വീണിട്ട് ചലിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ഇവരെ ബ്രേക്ക് ചെയ്യുന്നൊരു ദൈവശക്തി നമ്മോടൊപ്പം വ്യാപരിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സോദരം. അപ്പോ 1, ദൈവം കടലിനെ ശാസിച്ചു, കുതിരകളുടെ മേൽ ദൈവശക്തി അയച്ചു,
അവന്റെ സൈന്യത്തിന്റെ ഓട്ടം താറുമാറാക്കി. സ്വതന്ത്രം. അപ്പോ അടുത്ത ഒരു വാക്യോട് വായിക്കാം. 73 സങ്കീർത്തനത്തിന്റെ 13 വാക്യം വായിച്ചാട്ടെ. വേഗം ഓടിപ്പോകാൻ എനിക്ക് എന്റെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. സങ്കീർത്തനം 74:13, 74:30. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ഇത് വല്ലതും നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ? 14-ാം അധ്യായത്തിനകത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, നിന്റെ ശക്തിയാൽ നീ സമുദ്രത്തെ വിഭാഗിച്ചു, അതിനകത്തുള്ള ലിവ്യാതാന്റെ തലകളെ, തിമിംഗലങ്ങളുടെ തലകളെ നീ ഉടച്ചു. നമ്മൾ അറിയുന്നുണ്ടോ? ദൈവമക്കളെ ഓർക്കണം, ദൈവമേ ശക്തമായ പ്രതികൂലമാണ് കൊണ്ടുവന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള ചിലരെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ഗമനങ്ങളിൽ, നമ്മുടെ കൂടാരത്തിന്, യോബിന്റെ പുസ്തകം പറയുന്നുണ്ട്, ദുഷ്ടാ നീ നീതിമാന കൂടാരത്തിന് നേരെ പതിയിരിക്കുന്നത് എന്ത്? നമുക്കെതിരെ പതിയിരിപ്പുകളുണ്ട്. നമ്മളെ തകർക്കാൻ നിൽക്കുന്ന, വാപിളർ നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങളുണ്ട്. നമ്മുടെ വഴിയിൽ നമ്മളെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആധിപത്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന് ശക്തി പുറപ്പെടുമ്പോൾ ഇതിന്റെ എല്ലാ തലയെ ദൈവം തകർത്ത് നമ്മളെ വിടുവിക്കുന്ന ദൈവകരമായി വെളിപ്പെടുമെന്ന് നമുക്കിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്വതന്ത്രം. നോക്കിക്കേ, ഒരു സ്ഥലത്ത് പറഞ്ഞു, നിന്റെ ശാസനയാൽ സമുദ്രം ഉണങ്ങിയ നിലമായെന്നാണ്, തേരും കുതിരയും വീണെന്നാണ്. ഇവിടെ നമ്മൾ വായിക്കും, നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, അതിലെ തിമിംഗലങ്ങളുടെ തലകളെ നീ ഉടച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നത് വലിയതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ അറിയാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ചെയ്യുന്ന ദൈവിക ക്രിയകൾ വലിയതാണ്. രാത്രി ഞാൻ പറയും, മോശ കൈനീട്ടിയപ്പോൾ ഒരു കാര്യമല്ല സംഭവിച്ചത്, ഒരുപാട് സംഭവങ്ങൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് സംഭവിക്കുകയുണ്ടായി. അന്നൊരു പക്ഷെ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും പിൽക്കാലത്തെ പ്രാർത്ഥനയുമായി, ആരാധനയുമായി ദൈവത്തോട് അടുത്ത് ചെന്ന് തന്റെ ഭക്തന്മാരെ പരിശുദ്ധാത്മാവ് തിരശ്ശീലയുടെ കിരണങ്ങൾ മാറ്റി അവരെ ആത്മാവിൽ കാണിച്ചു കൊടുത്തു. എന്തെന്ന്? ആവെ സമുദ്രത്തിന്റെ ആഴങ്ങളോളം ഈ പ്രാർത്ഥന ശക്തി വെളിപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവ് ഭക്തന്മാർക്ക് കാണിപ്പാൻ കാരണമായി തീർന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ കരുതൽ വലിയതാണ്. ദൈവത്തിന്റെ കരം ശക്തിയുള്ള കരമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലോചന ആഴമുള്ള ആലോചനകളാണ്. ഈ സമുദ്രത്തിന്റെ ആഴം എത്രമാത്രമുണ്ടോ അതിനേക്കാൾ ആഴമേറിയതാണ് ദൈവത്തിന് തന്റെ ഭക്തന്മാരോടുള്ള തന്റെ ക്രിയകളും. ഇന്ന് രാത്രികാലം നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിക്കേ, രാത്രി ഞാൻ ചോദിക്കുന്ന മക്കളെ, നമ്മുടെ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനുവേണ്ടി ശക്തി പുറപ്പെടുവിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് രാത്രി തിരിച്ചറിയുക. സഭയുടെ അകത്തുനിന്ന് നിന്റെ കരമുയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ചില സമയത്ത് എന്റെ കണ്ണു നിറഞ്ഞ് ധാരയായിട്ട് ഒഴുകുമ്പോ രാത്രി ഞാൻ പറയുന്ന സ്വത്രം, ദൈവജനത്തോട് ദൈവം പറഞ്ഞ വാക്ക്, നിങ്ങൾ ഇന്ന് കണ്ട മിശ്രമേനെ ഒരു നാൾ കാണുകയില്ല. യഹോവയ്ക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാം, അവരുടെ കണ്ണിന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ ഉണങ്ങുന്നതിന് മുൻപ് ദൈവത്തിന്റെ ഭണ്ഡാരത്തിനകത്ത് നിന്ന് തന്റെ ജനത്തിനു വേണ്ടി ഒരു കാറ്റ് പുറപ്പെടുകയാണ്. ഈ രാത്രി ഞാൻ പറയുന്ന സ്വത്രം, നിന്റെ ജീവിതത്തിൽ അവൻ വലിയ പ്രതിസന്ധിക്കകത്ത് നീ വീണ് പോകുമെന്ന് നിനക്ക് തോന്നുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ പരിശുദ്ധാത്മാവുന്ന കാറ്റ് നിനക്ക് നേരെ പറഞ്ഞയച്ചതിനകത്ത് പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് ഇന്ന് രാത്രി എന്റെ ദൈവജനത്തെ ഞാൻ ഓർപ്പിക്കുകയാണ്. അവൻ സ്വത്രം, എനിക്കിന്ന് രാത്രി വചനം പറയാനാണ് നിയോഗമുള്ളത്. ഞാൻ പറയട്ടെ, അവൻ നിന്റെ മുൻപാകെ ഒരു ദൈവശക്തി വെളിപ്പെടുമെന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ, ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ ചില പ്രാർത്ഥന മറുപടികൾ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ, അവൻ നിന്റെ ശബ്ദം ഉയർത്തുമ്പോൾ കാറ്റുപോലെ ഒരു ദൈവശക്തി പുറപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ, അവൻ നിന്റെ ശബ്ദം ദൈവത്തോട് നീ കരയുമ്പോൾ ഭണ്ഡാരത്തിനകത്തു നിന്ന് ദൈവശക്തി പുറപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഇന്ന് രാത്രി എത്ര പേർക്ക് അത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ 33 സംഘത്തിൽ വായിച്ചല്ലോ, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യങ്ങളും ഉളവായി. 9-ാം വാക്യം പറഞ്ഞു, അവൻ കൽപ്പിച്ചു, അവൻ അരുളിച്ചത് അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇന്ന് രാത്രി ഞാൻ പറയുന്നു,
ദൈവമക്കളെ, സമുദ്രത്തിലെ വെള്ളത്തെ അവൻ കൂമ്പാരമായി കൂട്ടാൻ കഴിവുള്ളവനാണെന്നാണ് 33-ാം സംഘം വായിച്ചതല്ലേ? അങ്ങനെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്നെ വേട്ടയാടുന്ന സകലരുടെ കയ്യിൽ നിന്നും, നിന്നെ വെല്ലുവിളിക്കുന്ന സകല സാഹചര്യങ്ങളുടെ അകത്തു നിന്നും, നിന്റെ കാലുകളെ ഇടറുമാറാക്കുന്ന സകലത്തിന്റെ മുൻപിൽ നിന്നും, നിന്റെ കുടുംബത്തെ നീ നേരിടുന്ന സകല വെല്ലുവിളിയുടെ അകത്തു നിന്നും, നിന്റെ മുമ്പിൽ വഴിയടച്ച് നിന്നെ പ്രതിസന്ധിയിലാക്കാൻ വെല്ലുവിളിക്കുന്ന അടഞ്ഞ വഴിക്കകത്തുള്ള പ്രതിസന്ധിയുടെ അകത്തു നിന്നും ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നത് പോലെ അതിനെല്ലാം ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അതിനകത്തുകൂടെ നിന്നെ ഐശ്വര്യമായി വഴി നടത്തുന്ന ഒരു ദൈവകരമുണ്ടെന്ന് പുതിയ വർഷത്തിൽ നിന്റെ കണ്ണ് നീ കണ്ടിരിക്കും. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ അത് കണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ വർഷത്തിൽ ചില ദൈവപ്രവൃത്തികൾ കണ്ടിരിക്കും. സ്വതന്ത്രം, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് ഓടിപ്പോകെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാ വായിക്കുന്നത്, യെശയ്യാ പ്രവാചകൻ കാലഘട്ടത്തിലേക്ക് നോക്കി എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ നിൽക്കുന്ന ചില പിൻവാങ്ങി, ദൈവത്തെ കുറിച്ച് പ്രതീക്ഷയില്ല, അവരുടെ അകത്ത് ദൈവം ഒരു സബ്ജക്റ്റ് ഇല്ലാത്ത കാലം വന്നു. ഈ സമയത്ത് യെശയ്യാവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കരയാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അവനെ കാണിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്, ഒന്ന് വായിക്കാം നമുക്കത്. യെശയ്യാ പ്രവാചകൻ 51-ാം അധ്യായത്തിന്റെ 11-12 വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. വേഗം വായിക്കണം, എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും എന്തോ 51-11 എന്തോ യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കിയെന്ന് പറഞ്ഞ ഈ യെശയ്യാവിന്റെ വാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവിടെ യെശയ്യാവ് പ്രയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങൾ നമ്മൾ വായിച്ചത് 74-ാം സംഘത്തിൽ വായിച്ചത് തിമിംഗലങ്ങളുടെ തലയെന്ന വായിച്ചത്. പക്ഷെ യെശയ്യാവ് ആത്മാവിൽ കാണുന്ന വെളിപ്പാടെന്ന് പറയുന്നത് സർപ്പത്തെ കുത്തിക്കളഞ്ഞെന്ന് വായിക്കുന്നു. വിദ്രുത സർപ്പത്തെ സർപ്പം എന്ന് പറയുന്നത് മിസ്രമിന്റെ ആധിപത്യത്തെ ദൈവം കുത്തിക്കളഞ്ഞു. രാത്രി ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് മോശ ഒന്ന് കൈ ഉയർത്തിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ അവൻ ചെയ്തപ്പോൾ കാറ്റടിക്കുക മാത്രമല്ല ചെയ്തത്, സമുദ്രത്തിന്റെ ആഴത്തിൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരു വഴി ഉണ്ടായി. അതിനകത്ത് കിടന്ന സർപ്പത്തിന്റെ തലയെ അവൻ കുത്തിക്കളഞ്ഞെന്ന് വായിക്കുന്നത് അറിയാമോ? ഇതിനകത്ത് ഞാൻ പറഞ്ഞു, വചനത്തിന് ശക്തി ഇറങ്ങും. നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ അറിയാതെ ശത്രു പതിയിരിക്കുന്ന ഏതെല്ലാം മേഖലയുണ്ട് അവിടെ എല്ലാം വചനത്തിന്റെ ശക്തി വാളായിട്ട് വെളിപ്പെടുമെന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, നിന്റെ വഴിയിൽ എത്ര ഭീകരന്മാർ മറഞ്ഞിരുന്നാലും, എത്ര വലിയ അനർത്ഥം നിനക്കെതിരെ ശത്രു വലവിരിച്ചാലും, എത്ര ഭീകരമായ സംഭവം നീ അറിയാതെ പതിയിരുന്നാലും, ഈ രാത്രി ഞാൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരമുയരുമ്പോൾ നീ പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം നിനക്ക് മുൻപേ പുറപ്പെട്ട് സർപ്പത്തിന്റെ തലയെ തകർത്ത് കളഞ്ഞതുപോലെ അതിന്റെ ശക്തിയെ തകർത്ത് അതിന്റെ ആഴത്തിനകത്ത് നിനക്ക് ഒരു വഴിയുണ്ടാക്കുന്ന ദൈവത്തെയാണ് ഇതിനകത്ത് ഞാൻ പ്രസംഗിക്കുന്നത്. അമ്മ സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശത്രുക്കൾ കാണുക മേശ ഒരുക്കുന്ന ദൈവമാണ് ഇതിനകത്ത് ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ അങ്ങനെ വായിച്ചത് കാരണം പറയുകയാണ്, പണ്ടത്തെ തലമുറയിൽ എന്നതുപോലെ നീ ഒന്ന് ഉണരണമെന്ന് വായിച്ചത് അമ്മ യെശയ്യാവ്. അഥവാ യെശയ്യാവിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്ക്. പണ്ടത്തെ തലമുറയോട് ദൈവത്തിന് എന്താണ് പറയാനുണ്ടായിരുന്നത്, ദൈവം എന്താണ് ചെയ്തത്,
അതേ കാര്യം തന്നെ യെശയ്യാവിന്റെ തലമുറയിലും ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചതും ദൈവം ചെയ്തതുമെന്ന് ഈ പ്രവചന പുസ്തകം വായിച്ചാൽ നമുക്കറിയാം. ഇത് യെശയ്യാവ് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ഈ സംഭവം പ്രയോഗിച്ചിട്ടുണ്ട്. മക്കൾ, ഇന്ന് രാത്രി ഞാൻ എന്റെ സമയം തീരാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, സ്തോത്രം, ദൈവം ഒരുക്കുന്ന രക്ഷ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. അതിന്റെ മഹത്വം നിങ്ങൾ അനുഭവിക്കും. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി നിങ്ങൾ കാണും. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് കണ്ണുനീരുകൾ മാറിപ്പോകും, വിഷാദങ്ങൾ മാറിപ്പോകും, അസാധ്യതകൾ മാറിപ്പോകും. കാലങ്ങളായി നീ ചുമക്കുന്ന നിന്നയുടെ ഭാരം നിന്റെ മേൽ ദൈവം ഉരുട്ടിക്കളഞ്ഞിട്ടും തന്നെ അനുഗ്രഹത്തിന്റെ താഴ്വരയിൽ കൂടെ പരിശുദ്ധ നിന്നെ കരം പിടിച്ച് വഴി നടത്തും. ഇന്ന് രാത്രി ഞാൻ പറയും, സ്തോത്രം, ഈ നടക്കുന്നത് അവൻ സ്തോത്രം മുള്ള് കല്ല് നിറഞ്ഞ പാതയിൽ കൂടെ പോലെയാണെങ്കിൽ പോലും ഈ രാത്രി പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവരെ കടന്നു പോകുവാൻ അവനെ ആഴത്തെ ദൈവം വഴിയാക്കി തരുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്. എനിക്ക് ഭയങ്കര ഒരു എനർജി ആയിട്ടുള്ള ഒരു വാക്കാണിത്. ദൈവം വിളിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവരെന്നാണ് നമ്മളെ വിളിക്കുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാട യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് എവിടെയോ തട്ടി കാല് മുറിഞ്ഞ് ഇടക്ക് വെച്ച് വീണ് തകരാനല്ല, മറിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുപോകുവാൻ തുറക്കുന്ന വഴിയിലൂടെ പാട്ടോട് അവിടെ തന്നെ താഴത്തെ വായിച്ചല്ലേ, നിത്യാനന്ദം അവരുടെ തലമേലുണ്ടാകുന്നു, അങ്ങനെയല്ല വായിച്ചത്. അങ്ങനെ നമ്മൾ വായിച്ചത് 11-ാം വാക്യം അല്ലെ, യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. ഇന്ന് രാത്രി സ്തോത്രം, യെശയ്യാ പറയുന്നു, ഫറവോന്റെ അടിമത്തിൽ കിടന്ന ഒരു ജനത്തെ വിടുവിച്ച് ദൈവത്തിൽ കൊണ്ടുവരാമെങ്കിൽ പിശാച് ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടവരെ പിടിച്ചു കൊണ്ടുപോയവരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ യെശയ്യാ വിളിച്ചു പറയുകയാണ്. അവർ വെറുതെ മടങ്ങി വരുമെന്നല്ലെന്നാണ് വായിക്കുന്നത്. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ മടങ്ങി വരുമെന്നാണ് യെശയ്യാ പ്രവചിക്കുന്നത്. അതിന്റെ ആപ്തവാക്യമായിട്ട് എന്താണ് അവന്റെ പ്രതീക്ഷ? എന്താണ് അവന്റെ ദർശനം? അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴോ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്, ചെങ്കടലിന് ആഴകളിൽ കിടന്ന സർപ്പത്തിന്റെ തലയെ കുത്തിപ്പിളർന്ന് തന്റെ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അതിന്റെ ആഴങ്ങളിൽ വഴി ഉണ്ടാക്കി കൊടുത്ത ദൈവമാണ് തന്റെ ജനത്തിന് വേണ്ടി ഈ വീണ്ടെടുപ്പിന്റെ പദ്ധതി സ്ഥാപിക്കാൻ പോകുന്നത്. ഈ രാത്രി ആത്മാവിൽ ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മ നിറവിൽ ഞാൻ പറയുന്നു. 2025 ധൂർത്തപുത്രന്മാർ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വർഷമായിരിക്കും. സ്തോത്രം, മടങ്ങിപ്പോയവർ തിരികെ വരുന്ന വർഷമായിരിക്കും. വീണുപോയ പലരും എഴുന്നേൽക്കുന്ന വർഷമായിരിക്കും. യഹോവയുടെ വിമുക്തന്മാർ ആനന്ദഘോഷം മുഴക്കുന്ന വർഷമായിരിക്കുമെന്ന് ഈ രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്. 2025 വീണ്ടെടുപ്പിന്റെ, ജനത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്ന വർഷമാണ്. അപ്പൊ തന്നെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവഭക്തന്മാരുടെ ദൈവത്തിന്റെ സഭയുടെ മുൻപിൽ സാത്താൻ ആനന്ദ നൃത്തം ചവിട്ടുന്നത് നാളുകളായിരിക്കും. പിശാച് ശക്തമായ പ്രതികൂലങ്ങൾ അഴിച്ചുവിടുന്ന വർഷമായിരിക്കുമെങ്കിലും ദൈവത്തിന്റെ ഭക്തന്മാർ പരാജയപ്പെടുകയില്ല, തോൽക്കയില്ല. ആദിമകാലങ്ങൾ അപ്പോസ്തലന്മാരോട് കൂടെ അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികൾ വചനത്തെ ഉറപ്പിച്ചതുപോലെ ശത്രുക്കൾ ഭ്രമിക്കുമാർ ദൈവത്തിന്റെ ശക്തമായ അത്ഭുത പ്രവൃത്തികൾ കൂടെ കാണുന്ന വർഷമായിരിക്കുന്നതോടെ ഞാൻ രാത്രി ഓർപ്പിക്കുകയാണ്. ആത്മാവിന്റെ കേരളത്തിന്റെയും ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം, എത്ര വെല്ലുവിളി കൊണ്ടായാലും, എന്റെ സുവിശേഷ പ്രസംഗത്തിന് നേരെ എത്ര വലിയ ശക്തമായ പോരാട്ടം ഉണ്ടായാലും ഭയപ്പെടാതെ ധീരമായി പ്രസംഗിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരസ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSS ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കി. സ്തോത്രം. പക്ഷെ ഞാൻ എന്റെ ദൂത് പ്രസംഗിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, ആനന്ദഘോഷത്തോടുകൂടെ യഹോവയുടെ വിമുക്തന്മാർ മടങ്ങി വരും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആനന്ദ നൃത്തമുണ്ടാകും. ശൂന്യമാക്കുമെന്ന് പിശാച് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾക്ക് നിറവ് ദൈവം നൽകും. തകർക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം തന്നെ ഉറപ്പോടെ നിൽക്കുമാറാക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. ഒരു വാക്കിയോടെ വായിച്ച് ഞാൻ വാക്കുകളെ നിർത്താം. സ്തോത്രം. യെശയ്യാവിന്റെ 63-ാമത്തെ അധ്യായം ഒന്ന് എടുത്താൽ വേഗത്തിൽ. യെശയ്യാ 63:11-12 വേഗം വായിച്ചു, നമ്മുടെ സമയം തീരുവയാണ്. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത് കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത് അവരെ തന്റെ ആടുകളുടെ ഇടയനോട് കൂടെ സമുദ്രത്തിൽ നിന്ന് കരേറുമാറാക്കിയവൻ എവിടെ?
അവരുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? നിൽക്കട്ടെ, വീട്ടിൽ പോയി ശാന്തമായി വായിച്ചു നോക്കണം. ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് ചെങ്കടലിന്റെ ആഴങ്ങളിൽ കൂടി നടന്നതെന്ന്. അവിടെ നമ്മൾ വായിക്കുകയാണ്, മോശയുടെ കൈ നീട്ടിയപ്പോ യഹോവയുടെ കൈ മോശയുടെ കൈയുടെ മേൽ നേരെ ചെന്നു. മനസ്സിലായോ? അത് അടുത്ത വായിക്കുന്നത്, അവര് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കൂടെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം അവരുടെ മേൽ കൊടുത്തു. അവർ കുതിരകളെ പോലെ സമുദ്രത്തിന്റെ ആഴത്തിൽ കൂടെ പോയി. അവരെ ഇടറാത്ത നിലവാരത്തിൽ കൂടെ ദൈവം അതിനകത്തൂടെ നടത്തി. ഒരു കാര്യമല്ല, ദൈവമക്കളെ, മോശ കൈനീട്ടിട്ട് നടന്ന സംഭവം ബഹുതമായ സംഭവങ്ങളാണ്. ഉണ്ടോ? മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത് ദൈവം കൊടുത്ത വെളിപ്പാടാണ് പ്രവാചകന്. ഇന്ന് രാത്രി അവൻ ഈ പ്രതികൂലങ്ങളുടെ അകത്തൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം അധികമായിട്ട് നിങ്ങളുടെ മേൽ പകർന്നു തരും. അധികമായി പരിശുദ്ധാത്മാവിനെ പകരും. നിന്നെ ഒരു കുതിരയ്ക്ക് സമാനമായ ശക്തിയുള്ളവനാക്കി മാറ്റും. നിന്റെ കാലുകൾ ഇടറുന്നതിന് പകരം ധീരമായ നിലയിൽ ഉറപ്പിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ കൂടെ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. മാത്രമല്ല, വേദപുസ്തകത്തിൽ വായിക്കുന്നത്, മോശയുടെ വലം കൈയുടെ മേൽ ചെന്ന ദൈവത്തിന്റെ ഭുജം നിന്റെ മേൽ വരുമെന്നാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഞാനതിന് ഇന്ന് രാത്രി വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഭാഗം വായിച്ചാൽ. ഇന്ന് രാത്രി നമുക്ക് ഓർപ്പിക്കട്ടെ, കർത്താവ് പറഞ്ഞത് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന കൊല്ലാനല്ല, പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയാണ്. ഒരാഴത്തിലൂടെ വഴി തുറക്ക്. വിമുക്തന്മാരെന്ന നാമം, ദൈവത്തിന്റെ വിമുക്തൻ എന്ന നാമം നിന്റെ മേൽ വീഴാൻ വേണ്ടിയാണ്. മാത്രമല്ല, നീ കണ്ടിട്ടില്ലാത്ത പല നന്മയുടെ ഉറവകൾ തുറന്നു തരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിന്റെ ആത്മാവ് മിസ്രൈമിൽ നിന്ന് എന്നെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഭാഗത്ത് തുടർമാനമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണാം. പുറപ്പാട് പുസ്തകത്തിന്റെ 30-31 വാക്യങ്ങൾ നമ്മുടെ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. വാക്കുകൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് 14 സ്തോത്രം 30-31 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലർ കാണുകയും ചെയ്തു. യഹോവ മിസ്രൈമ്യർ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. നമ്മൾ ആ ഭാഗത്ത് അവരുടെ അടുത്ത് തുടങ്ങുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങിയത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവർ ശവങ്ങളായി കിടക്കുന്നത് അവർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഇന്ന് രാത്രി അടിവരയിട്ട് ദൈവജനത്തോട് ഞാൻ പറയുന്നു, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങൾ കാണും. നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ശക്തികൾ തകർന്ന് താളടിയായി കിടക്കുന്ന കാഴ്ച നിങ്ങളുടെ കണ്ണുകൾ കാണും. കാരണം ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്. യേശുവിന്റെ നിയമന